വണ്ടിപ്പെരിയാർ മഞ്ചുമലയിലും തേങ്ങാക്കല്ലിലും ലയമിടിഞ്ഞ് തൊഴിലാളികൾക്ക് പരിക്ക് പറ്റിയ സാഹചര്യത്തിലാണ് അടിയന്തരമായി പീരുമേട് താലൂക്കിലെ മുഴുവൻ തോട്ടം ഉടമകളുടെയും തൊഴിലാളി പ്രതിനിധികളുടെയും യോഗം പീരുമേട് പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ ഇ ദിനേശൻ ലേബർ ഓഫീസിൽ വിളിച്ചു ചേർത്തത്. പീരുമേട് ഡെപ്യൂട്ടി ലേബർ ഓഫീസർ MS സുരേഷും യോഗത്തിൽ പങ്കെടുത്തു. തോട്ടം മേഖലയിലെ വിവിധ തൊഴിലാളി യൂണിയനുകളായ CITU, AITUC, INTUC, BMS എന്നിവയിലെ പ്രതിനിധികളും തോട്ടം മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുത്തു. തോട്ടങ്ങളിലെ 80% പ്രതിനിധികളാണ് പങ്കെടുത്തത്. യോഗത്തിൽ പങ്കെടുക്കാത്ത മാനേജ്മെന്റിനെതിരെ വലിയ പ്രതിഷേധവും ഉയർന്നിരുന്നു. ഇവർക്കായി തൊട്ടടുത്ത ദിവസം മറ്റൊരു യോഗവും വിളിച്ചു ചേർക്കാൻ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. യോഗത്തിൽ യൂണിയൻ പ്രതിനിധികൾ നിലവിൽ തോട്ടങ്ങളിലെ തൊഴിലാളികൾ നേരിടുന്ന പ്രതിസന്ധികൾ വിവരിച്ചു. അടിയന്തരമായി നടപ്പിലാക്കേണ്ട കാര്യങ്ങളും നേതാക്കൾ യോഗത്തിൽ വ്യക്തമാക്കി. തുടർന്ന് തോട്ടം മാനേജ്മെന്റിന്റെ വിശദീകരണവും ചർച്ചയായി. തുടർന്ന് തീരുമാനത്തിൽ എത്തുകയായിരുന്നു. അടിയന്തരമായി പീരുമേട് താലൂക്കിലെ തോട്ടങ്ങളിലെ അപകടാവസ്ഥയിലായ ലയങ്ങളുടെ ലിസ്റ്റ് 2 ദിവസത്തിനുള്ളിൽ പീരുമേട് ലേബർ ഓഫീസിൽ ഹാജരാക്കാൻ തോട്ടം മാനേജ്മെന്റുകളോട് നിർദ്ദേശിച്ചു. പീരുമേട് മേഖലയിൽ 2 അപകടങ്ങൾ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പീരുമേട് മേഖലയിലുള്ള മുഴുവൻ തോട്ടം മാനേജ്മെന്റിന്റെയും യൂണിയൻ പ്രതിനിധികളുടെയും യോഗം ഇന്ന് വിളിച്ചു ചേർത്തു. 80% മാനേജ്മെന്റ് പ്രതിനിധികളും മുഴുവൻ യൂണിയൻ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. വളരെ വിശദമായ ചർച്ചകൾക്ക് ശേഷം താഴെ പറയുന്ന തീരുമാനങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് എടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ, അപകടകരമായ ലയങ്ങളുടെ ലിസ്റ്റ് ഓരോ തോട്ടത്തിലെയും യൂണിയൻ പ്രതിനിധികളുമായി ചർച്ച ചെയ്തതിന് ശേഷം 2 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ എത്തിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാസയോഗ്യമല്ലാത്ത ലയങ്ങളിൽ നിന്ന്, അപകടകരമായ സാഹചര്യത്തിൽ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളിൽ നിന്ന് തൊഴിലാളികളെ മാറ്റിപ്പാർപ്പിക്കാൻ, അത് 2 ദിവസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം, മുഴുവൻ തൊഴിലാളികളെയും മാറ്റിപ്പാർപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ റിപ്പയർ ആവശ്യമുള്ള ലയങ്ങളിൽ, അടിയന്തരമായ റിപ്പയർ ആവശ്യമുള്ള ലയങ്ങളൊക്കെ തന്നെ റിപ്പയർ ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റേഷൻ ഇൻസ്പെക്ടറായിട്ട് ചീഫ് പ്ലാന്റേഷൻ ഇൻസ്പെക്ടറായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ മേഖലയിൽ മുഴുവൻ തോട്ടങ്ങളിലും പരിശോധന നടത്താനും തീരുമാനമായിട്ടുണ്ട്. ഇതുകൂടാതെ നിലവിൽ അപകടകരമായ സാഹചര്യത്തിലുള്ള ലയങ്ങളിൽ കഴിയുന്ന കുടുംബങ്ങളെ വാസയോഗ്യമായ ലയങ്ങളിൽ മാറ്റിപ്പാർപ്പിക്കാൻ നിർദ്ദേശിച്ചു. ഇതോടൊപ്പം അപകടാവസ്ഥയിലായ ലയങ്ങളുടെ അറ്റകുറ്റപ്പണി 2 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തീകരിക്കാനും നിർദ്ദേശിച്ചു. കൂടാതെ പ്ലാന്റേഷൻ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ മുഴുവൻ തോട്ടങ്ങളിലെയും ലയങ്ങൾ സന്ദർശിക്കാനും തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.